അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് പറയുന്ന രണ്ട് വിശേഷണങ്ങളാണ് ചേർത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് റഹ്മാൻ എന്നും മറ്റൊന്ന് റഹീം എന്നുമാണ്. അപ്പോൾ ഇത് വായിക്കുമ്പം തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത് അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും നല്ല വിശേഷണങ്ങളാണല്ലോ എന്ന്. പിന്നെ തുടർന്ന് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ എന്ന് തുടങ്ങുന്ന സൂറത്തിൻ്റെ ഭാഗം ഓതി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന എന്ന ആയത്ത് വരെ എത്തി. അപ്പോൾ റഹ്മാനും റഹീമും എന്ന രണ്ട് വിശേഷണങ്ങളിൽ ആകൃഷ്ടനായി പാരായണം തുടങ്ങിയ ഉമർ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റേത് സുന്ദരമായ നാമങ്ങളാണ്, സുന്ദരനാമങ്ങൾ അള്ളാഹുവിനുണ്ട് എന്ന വാക്ക് കൂടെ എത്തിയപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് എന്ന് അന്വേഷിക്കുകയും അങ്ങനെ ദാറുൽ അർഖമിലാണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. ദാറുൽ അർഖമിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുന്നു. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട് നബിയോട്, അള്ളാഹുവിൻ്റെ റസൂലെ, നമ്മൾ സത്യമായ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒളിഞ്ഞിരിക്കേണ്ട ആവശ്യം? നമുക്ക് പുറത്തിറങ്ങാമല്ലോ, പരസ്യമായി സമൂഹത്തിൻ്റെ മുമ്പിൽ ദീനിനെ സംബന്ധിച്ച് അവർക്കും കൂടെ ബോധ്യപ്പെടുന്ന രീതിയിൽ സമൂഹത്തിലേക്ക് നമുക്ക് ഇറങ്ങാമല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനിപ്പോൾ സമയമായിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി രണ്ട് സംഘങ്ങളായി മക്കയിലൂടെ അവരൊന്ന് സഞ്ചരിച്ചു എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംഘത്തിൻ്റെ ഒപ്പവും മുമ്പിലും, ഹംസ റളിയല്ലാഹു അൻഹു മറ്റൊരു സംഘത്തിൻ്റെ മുമ്പിലും നിന്ന് മക്കയിലൂടെ ആദ്യമായി അവർ പരസ്യമായി ഇറങ്ങി നടക്കുന്നത്, ഒരു സംഘമായി ഇറങ്ങി നടക്കുന്നത്, രഹസ്യമായി ദാറുൽ അർഖമിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആ സംഘം പരസ്യമായി പുറത്തേക്കിറങ്ങുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു കൂടെ എത്തുമ്പോഴേക്കാണ് ഇസ്ലാമിക സംഘത്തിൻ്റെ എണ്ണം അന്ന് 40 പൂർണ്ണമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീടുള്ള ഓരോ സന്ദർഭങ്ങളിലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ സത്യത്തോടുള്ള പ്രതിബദ്ധത, നീതിയോടുള്ള അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാട്, ഈ കാര്യങ്ങളെല്ലാം ഏറെ ഇഷ്ടപ്പെടുകയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പല അഭിപ്രായങ്ങളെയും പല സന്ദർഭങ്ങളിലും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, ലൗകാന നബിയുൻ ബഅദി ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാനൊരു അവസാന പ്രവാചകനാണ്, എനിക്ക് ശേഷം ഒരു നബി എങ്ങാനും ഉണ്ടാകാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത് ഉമർ ആകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അത്രമേൽ സത്യത്തോടൊപ്പം നിൽക്കുന്ന, നീതിയോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ വ ഖൽബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു സന്ദർഭത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്, ഉമറിൻ്റെ നാവിലും ഉമറിൻ്റെ ഹൃദയത്തിലും അല്ലാഹു തആല സത്യത്തെ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ ഹൃദയത്തിൽ വരുന്ന ചിന്തകളും നാവിലൂടെ വരുന്ന വർത്തമാനങ്ങളുമെല്ലാം സത്യത്തിൻ്റെ ഭാഗത്തായിരിക്കുമെന്ന്. മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, ഖദ് യകൂനു ഫിൽ ഉമമി ഖബലകും മുഹദ്ദിസൂന ഫഇൻ യകുൻ ഫി ഉമ്മത്തി മിൻഹും അഹദുൻ ഫഇന്ന ഉമർ ഇബ്നുൽ ഖത്താബി മിൻഹു. നിങ്ങളുടെ പൂർവിക സമൂഹത്തിലൊക്കെ ഓരോരോ സന്ദർഭത്തിനനുസരിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവുള്ള, അങ്ങനെ നല്ല ശരിയായ ബോധ്യത്തിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഈ സമുദായത്തിൽ സന്ദർഭത്തിനനുസരിച്ച് ശരിയായ ബോധ്യത്തിൽ സംസാരിക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ആ സന്ദർഭത്തിൽ
സമൂഹത്തിൽ ചെറിയ അസ്വസ്ഥതകൾ രൂപപ്പെട്ടപ്പോൾ സമൂഹത്തെ ഒരുമിച്ച് നിർത്തിയത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്ദർഭികമായ ഒരു ഇടപെടലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ സാന്ദർഭികമായി ഇടപെടാൻ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത് അൻസാറുകൾ പറഞ്ഞു, മിന്ന അമീറുൻ വ മിൻകും അമീറുൻ, ഇനി മുതൽ മക്കക്കാർക്ക് ഒരു അമീറും മദീനക്കാർക്ക് വേറൊരു അമീറും അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. കാരണം അന്നത്തെ ആ ഒരു കുടുംബപരമായ ഗോത്രപരമായ ചിന്തകളുണ്ടായിരുന്ന ഒരു സമൂഹത്തിലാണല്ലോ ഇസ്ലാം വളർന്നു വന്നത്. അപ്പോഴും അവർ ആ ഒരു നിലയിൽ തന്നെ ചിന്തിച്ചു, മക്കക്കാർക്കൊരു അമീറും മദീനക്കാർക്കൊരു അമീറും ഉണ്ടാകട്ടെ. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചത്. യാ മഅ്ശറൽ അൻസാർ, അൻസാറുകളെ, അലസ്തും തഅലമൂന അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അമറ അബാ ബക്രിൻ അൻ യഉമ്മൻ നാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗത്തിൻ്റെ സന്ദർഭത്തിൽ ഈ സമൂഹത്തിൻ്റെ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് ഏൽപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ഫഅയ്യുക്കും തതീബു നഫ്സുഹു അൻ യതഖദ്ദമ അബാ ബക്രിൻ. ഇനി റസൂൽ അങ്ങനെ നമസ്കാരത്തിന് നേതൃത്വത്തിന് ഏൽപ്പിച്ച ആ ഒരു വ്യക്തിയുള്ളപ്പോൾ അദ്ദേഹത്തെക്കാൾ മുന്നിലേക്ക് വരാൻ നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ ഖാലത്തിൽ അൻസാർ നഊദു ബില്ലാഹി അൻ നതഖദ്ദമ അബാ ബക്രിൻ, അബൂബക്കറിനേക്കാൾ മുമ്പിലേക്ക് വന്ന് ഒരു ഉത്തരവാദിത്വം ഏൽക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയും അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ഏകകണ്ഠമായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സാന്ദർഭികമായ ഇടപെടൽ കാരണമായി മാറുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ദീർഘമായ വിഷയങ്ങളാണ്. നമ്മൾ മുമ്പ് രണ്ട് ഖലീഫമാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ചരിത്രങ്ങൾ പറഞ്ഞപ്പോഴും അവരുടെ ഖിലാഫത്ത് കാലഘട്ടം, ഭരണകാലഘട്ടത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. അത് പറഞ്ഞാൽ ദീർഘമായി ഒരുപാട് പറയാനുള്ള വിഷയമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഭരണകാലഘട്ടത്തെ സംബന്ധിച്ച് ദീർഘമായി പറയാൻ കഴിയില്ല. എന്നാലും ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ നടക്കുന്ന ഒരു സംസാരമുണ്ട്. ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അമീറായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. അയ്യുഹന്നാസ് ഇന്നി ഖദ് കുന്തു ഖുൽതു ലക്കും ബിൽ അംസി മഖാലതൻ മാ കാന മിമ്മാ വജദ്തുഹാ ഫീ കിതാബില്ലാഹി വലാ കാനത് അഹ്ദ ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാകിന്നി കുന്തു അറാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയുദബ്ബിറു അംറനാ വയഖൂലു യകൂനു ആഖിറുനാ വ അന്ന അല്ലാഹ ഖദ് അബ്കാ ഫീകും കിതാബല്ലാഹി ബിഹിൽ ഹുദാ ഫഇൻ അഅ്തസംതും ബിഹി ഹദാകും എന്ന് തുടങ്ങി അബൂബക്കർ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ഏറ്റെടുത്ത ഉടനെ അല്ലാഹു തആല, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടു പോകുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ കിതാബും അല്ലാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ബാക്കിയാക്കിയിട്ടാണ് പോയത്. ആ കിതാബിനെയും സുന്നത്തിനെയും ഈ സമൂഹത്തിൽ ഇനിയും അതുപോലെ തന്നെ ഒരു കുറവും വരുത്താതെ വിട്ടുവീഴ്ചയില്ലാതെ ആ രണ്ട് കാര്യങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് ഈ സമൂഹത്തെ നയിക്കാൻ ഏറ്റവും യോജിച്ച വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന ഈ സമൂഹത്തിൽ ഏറ്റവും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാർ സൗർ ഇരിക്കുന്ന സമയത്ത് സാനിയ സ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ രണ്ടിൽ രണ്ടാമനായി ഉണ്ടായിരുന്ന അബൂബക്കറാണ്. അതുകൊണ്ട് ഫഖൂമു ഫബായിഉഹു, നിങ്ങളെല്ലാവരും എഴുന്നേൽക്ക്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുമെന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയും അങ്ങനെ ആ ബൈഅത്ത് പൂർണ്ണമാക്കപ്പെടുകയുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായ ഉടനെ ജനങ്ങളുടെ ഇടയിൽ ചില സംസാരങ്ങളൊക്കെ ഉണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു ഇനി നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു കടുത്ത പ്രകൃതമായിരുന്നു.
അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലഘട്ടത്തിലും അദ്ദേഹം ഒരു കടുത്ത പ്രകൃതമായിരുന്നല്ലോ. ഇനി ഈ സമൂഹത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പോയാൽ ആ കടുപ്പം എങ്ങനെയായിരിക്കും, അത് നമുക്ക് താങ്ങാൻ കഴിയുമോ എന്നൊക്കെ ഉള്ള ചില വർത്തമാനങ്ങൾ ചില വ്യക്തികളിൽ നിന്നെങ്കിലും ഉണ്ടായി. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ബലഗനി അന്നന്നാസ ഹാബു ഷിദ്ദത്തി, ജനങ്ങൾ എൻ്റെ കടുപ്പത്തെ ഭയക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വഖാഫു ഗിൽദത്തി വഖാലു, അവരിങ്ങനെ പറയുന്നുണ്ട്: കാന ഉമറു യഷ്തദ്ദു അലൈന വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അദ്ഹുരിന, റസൂൽ നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന കാലത്ത് ഉമർ നമ്മളോട് കടുപ്പം കാണിച്ചയാളാണ്. സുമ്മഷ്തദ്ദ അലൈന വ അബൂബക്കർ വ അലീന ദൂനഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് ഖലീഫയായപ്പോഴും ഉമർ നമ്മളോട് കടുപ്പക്കാരനായിരുന്നു. ഫകൈഫ വഖദ് സാറത്തിൽ ഉമൂറു ഇലൈഹി, ഇനി എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലായി പോയില്ലേ എന്ന് നിങ്ങൾ സംസാരിച്ചതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വമൻ ഖാല ദാലിക ഫഖദ് സദഖ, അങ്ങനെ ആരൊക്കെയാണോ പറഞ്ഞത് അവരൊക്കെ പറഞ്ഞത് ശരിയാണ്. ഫഖദ് കുന്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ഫകുന്തു അബ്ദഹു വ ഖാദിമഹു, ഞാൻ റസൂലിൻ്റെ ഒരു അടിമയെ പോലെ റസൂലിൻ്റെ ഒരു സേവകനായി ഒപ്പം നിന്നയാളാണ്. വഖാന ലാ യബ്ലുഗു അഹദുൻ സിഫത്തഹു മിനൽ ലീനി വർ റഹ്മ, നബിയുടെ സ്നേഹവും നബിയുടെ കാരുണ്യത്തിനോടൊപ്പം നിൽക്കുന്ന മറ്റൊരു സ്നേഹമോ കാരുണ്യമോ ലോകത്തുണ്ടായിരുന്നില്ല. അങ്ങനെ ഏറ്റവും സ്നേഹവും കാരുണ്യവും ഉണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞാൻ ജീവിച്ച കാലത്ത് ഞാൻ നബിയുടെ അടിമയെപ്പോലെ നബിയുടെ സേവകരും ഭൃത്യനുമായിട്ടാണ് ജീവിച്ചത്. വകാന കമാ ഖാല അല്ലാഹു തആല ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, അല്ലാഹു തആല പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങളോട് സ്നേഹവും കരുണയുമുള്ളവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫകുന്തു ബൈന യദൈഹി സൈഫൻ മസ്ലൂലൻ ഹത്താ യഗ്മിദനി ഔ യദഅനി ഫഅംദി, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്നപ്പോൾ ഞാനൊരു വാള് പോലെ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ വാള് ഊരപ്പെട്ട ഒരു വാളായിട്ട് തന്നെ ഞാൻ നിന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ പലപ്പോഴും എന്നെ പറഞ്ഞ് ഒതുക്കി സമാധാനപ്പെടുത്തി ആ വാളിനെ ഉറയിലിടുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ എൻ്റെ വാക്കിനെ റസൂൽ സ്വീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയും ഞാൻ ചില അഭിപ്രായങ്ങളെന്ന് പറഞ്ഞതല്ലാതെ റസൂലിൻ്റെതായിരുന്നു തീരുമാനമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ശേഷം ഫലം അസൽ മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ദാലിക ഹത്താ തവഫാഹുല്ലാ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരെ റസൂലിനോടൊപ്പം ഇങ്ങനെ തന്നെ നിന്നു. വഹുവ അന്നി റാദിൻ, പക്ഷേ റസൂൽ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോകുമ്പോൾ എൻ്റെ കാര്യത്തിൽ നബി തൃപ്തനായിരുന്നു എന്ന് എനിക്ക് ബോധ്യമുണ്ട്. വൽഹംദുലില്ലാഹി അലാ ദാലിക കസീറൻ വ അന ബിഹി അസ്അദ്, ഞാൻ ആ ഒരു കാര്യത്തിൽ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്, ഞാൻ ആ വിഷയത്തിൽ സൗഭാഗ്യവാനുമാണ്. സുമ്മ ഉല്ലിയ അംറൽ മുസ്ലിമീന അബൂബക്കറിൻ, പിന്നെ മുസ്ലിമീങ്ങളുടെ ഖലീഫയായി വന്നത് അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. വകാന മൻ ലാ യുൻകിറൂനഹു ദഅതഹു വകറമഹു വലീനഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഔദാര്യം നിങ്ങൾ ഒരിക്കലും നിഷേധിച്ചു പറയില്ല. അദ്ദേഹം വലിയ ഔദാര്യവാനാണ്, അദ്ദേഹം വളരെ ആർദ്രതയുള്ള മനുഷ്യനാണ്, അതും നിങ്ങൾ ഒരിക്കലും നിഷേധിച്ചു പറയില്ല എന്നെനിക്കറിയാം. ഫകുന്തു ഖാദിമഹു വ ഔനഹു, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒപ്പം ഞാനും ഒരു സേവകനും ഒരു സഹായിയുമായിരുന്നു. അഖ്ലതു ഷിദ്ദത്തി ബിലീനിഹി, അദ്ദേഹം നൈർമല്യത്തോടുകൂടി പെരുമാറുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ചില കടുപ്പപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫാക്കൂനു സൈഫൻ മസ്ലൂരൻ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒപ്പവും ഞാനൊരു വാളായി തന്നെ നിലകൊണ്ടു. ഹത്താ യഗ്മിദനി ഔ യദഅനി, പക്ഷേ അബൂബക്കർ റളിയല്ലാഹുവിനെ പലപ്പോഴും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഒതുക്കി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ എൻ്റെ അഭിപ്രായം സ്വീകരിച്ചിട്ടുമുണ്ട്. അവിടെയും ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും തീരുമാനം അബൂബക്കറിൻ്റെതായിരുന്നു എന്ന് റളിയല്ലാഹുവിനെ നിങ്ങൾ തിരിച്ചറിയണം. വലം അസൽ മഅഹു കദാലിക ഹത്താ ഖബദഹുല്ലാഹു അസ്സ വജല്ല വഹുവ അന്നി റാദിൻ, അങ്ങനെ തന്നെയാണ് ഞാൻ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഒപ്പം നിന്നത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വഫാത്ത് വരെ. അബൂബക്കർ റളിയല്ലാഹുവിന് ഈ നാട്ടിൽ ഈ ലോകത്തു നിന്നും യാത്രയായി പോകുമ്പോൾ എന്നോട് അദ്ദേഹം തൃപ്തനായിരുന്നു. വൽഹംദുലില്ലാഹി അലാ ദാലിക കസീറൻ വ അന ബിഹി അസ്അദ്, ഞാൻ ആ കാര്യത്തിൽ അള്ളാഹുവിനോട് നന്ദി പറയുകയാണ്, ഞാൻ ആ കാര്യത്തിൽ സൗഭാഗ്യവാനുമാണ്. സുമ്മ ഇന്നി ഖദ് ഉല്ലീതു ഉമൂറക്കും, ശേഷം ഇപ്പോൾ നിങ്ങളുടെ കാര്യം എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അയ്യുഹന്നാസ് ഫഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്ന തിൽക ഷിദ്ദത ഖദ് അദഅഫത്, എന്നിൽ നിങ്ങൾ കണ്ടിരുന്ന ആ കടുപ്പം
അത് കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. വലാകിന്നഹ, പക്ഷേ ആ കടുപ്പം ഞാൻ കാണിക്കുക ഇന്നമാ തക്കൂന അലാ അഹ്ലി ദുൽമി വത്തഅദി അലൽ മുസ്ലിമീൻ, അക്രമികളോടായിരിക്കും ഞാൻ ആ കടുപ്പം കാണിക്കുക. മുസ്ലിമീങ്ങളോട് അന്യായം പ്രവർത്തിക്കുന്നവരോടുമായിരിക്കും ഞാൻ ആ കടുപ്പം കാണിക്കുക. വ അമ്മാഹുലു സലാമത്തി വദ്ദീനി വൽ ഖസ്ദി, എന്നാൽ മിതത്വം പാലിക്കുന്ന, ദീനീ ജീവിതം നയിക്കുന്ന, നല്ല നിലയിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാർ, അവരോട് അന അല്യനുലഹും മിൻ ബഅദിഹിം ലി ബഅദിൻ, നിങ്ങൾ പരസ്പരം എത്രത്തോളം സ്നേഹത്തോടെയും കാരുണ്യത്തോടെയുമാണ് പെരുമാറുന്നത്, അതിനേക്കാൾ വിട്ടുവീഴ്ചയോടുകൂടിയും മയത്തോടുകൂടിയും മാത്രമേ നല്ലവരായ മനുഷ്യരോട് ഞാൻ പെരുമാറുള്ളൂ. പക്ഷേ അക്രമികളോട് ഞാൻ കടുത്ത നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക എന്ന് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തെ സംബന്ധിച്ച് പറയുക ഈ ഉമ്മത്തിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു എന്നാണ്. ഈ ഉമ്മത്തിനോട് അല്ലാഹു തആല ചെയ്ത ഒരു കാരുണ്യമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം ഒരു സഹായമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലഘട്ടം ഈ ഉമ്മത്തിനൊരു വലിയ ഒരു കാരുണ്യത്തിൻ്റെ സന്ദർഭവും കൂടിയായിരുന്നു എന്നാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ചില പ്രമാദമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു 3 പേര് വന്നിട്ട് പറയുന്നു, 3 പേര് കൂടി ഒരാളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറയുകയാണ്, ഈ വ്യക്തി ഞങ്ങളുടെ പിതാവിനെ കൊല ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ശരിയാണോ, നിങ്ങളങ്ങനെ ചെയ്തോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ശരിയാണ്, ഞാൻ ഒരു ഒട്ടകത്തെ മേയ്ക്കുന്ന ഒരു ഇടയനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകം ഇദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ കയറി എന്തോ തിന്നു. അതിൻ്റെ പേരിൽ അയാളൊരു കല്ലെടുത്തിട്ട് ആ ഒട്ടകത്തിനെ എറിഞ്ഞു. ആ കല്ല്, ആ ഏറുകൊണ്ട് ഒട്ടകം ചത്തുപോയി. അത് കണ്ട് ദേഷ്യം വന്ന ഞാൻ അതേ കല്ലെടുത്തിട്ട് അദ്ദേഹത്തെയും ആക്രമിച്ചു. അതാണ് സംഭവം നടന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിൻ്റെ വിഷയത്തിൽ നടപടി എടുക്കേണ്ടി വരും, നിന്നെ പകരം കൊല ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഒരു 3 ദിവസത്തെ കാലാവധി നിങ്ങൾ അനുവദിക്കണം. എനിക്കൊരു സഹോദരനുണ്ട്, എൻ്റെ ചെറിയ സഹോദരനാണ്. എൻ്റെ ഉപ്പ ഞങ്ങളുടെ സ്വത്തുകൾ മുഴുവൻ ഒരിടത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്, ഒരു നിധി പോലെ കുഴിച്ചിട്ടിട്ടുണ്ട്. അതെവിടെയാണ് ഉള്ളതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് എനിക്കൊന്ന് വീട് വരെ പോകാനുള്ള അവസരം തരണം. 3 ദിവസം കൊണ്ട് ഞാൻ വീട്ടിൽ പോയി ആ നിധി എടുത്ത് എൻ്റെ സഹോദരൻ, എൻ്റെ കൊച്ചനുജനെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ മടങ്ങി വരും. അതുവരെ 3 ദിവസത്തെ കാലാവധി വേണം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ മനുഷ്യന് വേണ്ടിയിട്ട് ആരുണ്ട് ഉത്തരവാദിത്വം ഏൽക്കാൻ, ഇദ്ദേഹത്തിന് വേണ്ടി ജാമ്യം നിൽക്കാൻ ആരുണ്ട്? അപ്പോൾ മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കാം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഏറ്റെടുക്കുകയും ഈ മനുഷ്യൻ 3 ദിവസം കൊണ്ട് മടങ്ങി വരാതിരിക്കുകയും ചെയ്താൽ ഇദ്ദേഹം ഏൽക്കേണ്ടുന്ന ശിക്ഷ നിങ്ങൾക്കായിരിക്കും അനുഭവിക്കേണ്ടി വരിക. അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരിയാണ്, ഞാൻ അതിന് തയ്യാറാണ്. അങ്ങനെ ആ മനുഷ്യൻ പോയി. 3-ാമത്തെ ദിവസം എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്, ഈ വ്യക്തി മടങ്ങി വരുമോ? അബൂ ദർ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ സഹാബാക്കളിൽ ഏറ്റവും പ്രമുഖനാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താകും? അദ്ദേഹം കൊല ചെയ്യപ്പെടുമോ? ഒരു പരിചയമില്ലാത്ത, അതുവരെ നാട്ടുകാർക്കാർക്കും അറിയില്ലാത്ത ഏതോ ഒരു ഗ്രാമവാസിയാണ് അയാൾ. ഇനി അയാളെ അന്വേഷിച്ച് തേടി പിടിക്കുക എന്ന് പറയുന്നത് സാധ്യവുമല്ല. അദ്ദേഹം വന്നില്ലെങ്കിൽ അബൂ ദർ റളിയല്ലാഹു അൻഹുവിനെതിരെ ഉമർ റളിയല്ലാഹു അൻഹു നടപടി എടുക്കുകയും ചെയ്യും. എല്ലാവരും വലിയ ഉത്കണ്ഠയിലും ആകാംക്ഷയിലുമാണ്. 3-ാമത്തെ ദിവസം ഏകദേശം മഗ്‌രിബോടടുക്കുമ്പോൾ ആ മനുഷ്യൻ ഓടിക്കിതച്ചു വരുന്നുണ്ട്. ഓടിക്കിതച്ച് വന്ന് ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു, നിങ്ങൾ എനിക്കെതിരെ നടപടി എടുക്കണം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് അത്ഭുതപൂർവ്വം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ മടങ്ങി വന്നത്? ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മടങ്ങി വന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമൂഹത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയി എന്ന് ജനങ്ങൾ പറയരുതല്ലോ, അതുകൊണ്ട് ഞാൻ മടങ്ങി വന്നതാണ്. ഞാൻ മടങ്ങി വന്നില്ലെങ്കിൽ ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലായി എന്ന് ജനങ്ങൾ പറയും. വിശ്വാസ്യത ഈ സമൂഹത്തിൽ നിന്നും ഇല്ലാതാകുന്നതിൻ്റെ തുടക്കക്കാരൻ ഞാനാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ മടങ്ങി വന്നതാണ്. അപ്പോൾ അബൂ ദർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഈ മനുഷ്യന് വേണ്ടിയിട്ട് ജാമ്യമേറ്റത്? അപ്പോൾ അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമൂഹത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോകുന്നു എന്ന ഒരു പരാതി
നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകണ്ട. ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി ആരെങ്കിലും ജാമ്യം നിൽക്കാൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാണ് എന്നല്ലേ നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ജാമ്യം നിൽക്കാതായാൽ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അത് നമ്മൾ ജീവിക്കുന്ന കാലത്തുണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഏറ്റെടുത്തതാണ് എന്ന് പറഞ്ഞു. ഇത് രണ്ടും കേട്ടപ്പോൾ ആ 3 പേരാണ് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്നത്. അവർ ഇവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തു. കുടുംബക്കാർ മാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കേസ് ഒഴിവായി പോകും. അതാണ് ഇസ്ലാമിക കോടതിയുടെ നിയമം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു 3 പേരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ അവസാന സമയത്ത് മാപ്പ് കൊടുത്തത്? നിങ്ങൾ തുടക്കത്തിലേ ചെയ്താൽ മതിയായിരുന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, സമൂഹത്തിൽ വിട്ടുവീഴ്ച ഇല്ലാതായി പോയി എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകണ്ട, അതുകൊണ്ടാണ് ഞങ്ങളത് മാപ്പ് ചെയ്തത് എന്ന് വെച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലെ ജനങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അവർ നല്ല നിലവാരമുള്ള ആളായിരുന്നു. അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ ചില ആൾക്കാർ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നല്ലോ, നിങ്ങളുടെ കാലഘട്ടത്തിൽ എന്തേ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ, ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ സമയത്ത് വർദ്ധിച്ചു വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഈ ഒരു ആശയത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അതുപോലുള്ള ആൾക്കാരായിരുന്നു. ശരിക്കും അദ്ദേഹം പറഞ്ഞ മറുപടി വേറെ രീതിയിലാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലെ പ്രജകൾ എന്നെ പോലുള്ളവരായിരുന്നു, എൻ്റെ കാലഘട്ടത്തിൽ നിന്നെപ്പോലുള്ളവരായിപ്പോയി എന്നാണ് സത്യത്തിൽ അദ്ദേഹം നേരെ പറഞ്ഞ മറുപടി. ഇതാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലെ ജനങ്ങളും അതുപോലെ വലിയ നിലവാരമുള്ള ആളായിരുന്നു. നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഉറക്കം ഒഴിവാക്കി രാത്രി മുഴുവൻ കറങ്ങി നടക്കുമായിരുന്നു ജനങ്ങളുടെ അവസ്ഥകൾ അറിയാൻ വേണ്ടി. എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് അറിയണം അദ്ദേഹത്തിന്. അതിനുവേണ്ടി ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടം ഏറ്റവും ശ്രദ്ധേയമായൊരു കാലഘട്ടമാണ്. 10 കൊല്ലക്കാലം സഹാബാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ഉത്കണ്ഠകൾ അവർക്കുണ്ടായിരുന്നെങ്കിലും അതെല്ലാം മാറി. റളിയല്ലാഹുവിൻ്റെ കാലഘട്ടമാകുമ്പോഴേക്ക് ഓരോരോ വിഭാഗങ്ങളെ പ്രത്യേകമായി തരംതിരിച്ച് എല്ലാ വിഭാഗക്കാർക്കും പെൻഷനുകൾ ഏർപ്പെടുത്തി. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലായിരിക്കാം പെൻഷനുകൾ രൂപപ്പെട്ടു വന്നത്. ബദറിൽ പങ്കെടുത്തവർക്ക് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേക പെൻഷനുകൾ ഉണ്ടായിരുന്നു. ആദ്യകാലം മുസ്ലിമീങ്ങൾക്കുണ്ടായിരുന്നു, വൈദ്യ റിദ്വാനിൽ പങ്കെടുത്തവർക്കുണ്ടായിരുന്നു, നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഉലമാക്കൾക്ക് പെൻഷനുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രത്യേകമായി സമൂഹത്തിൽ ആദരിക്കപ്പെടുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ദീനീ മാർഗത്തിൽ വലിയ സേവനങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്ത ആൾക്കാർക്കെല്ലാം പ്രത്യേകമായ ഓരോരോ വിഹിതങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു എത്തിച്ചു കൊടുത്തു. അത് ചെറിയ തുകയൊന്നും ആയിരുന്നില്ല, വലിയ വലിയ തുകകൾ ഉമർ റളിയല്ലാഹു അൻഹു എത്തിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ സമൂഹത്തിലെ സാധാരണക്കാരിലേക്ക് ഭരണത്തിൻ്റെ നേട്ടങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ അദ്ദേഹം രാത്രി മുഴുവൻ അസ്വസ്ഥമായി ഇറങ്ങി നടക്കുമായിരുന്നു. ഓരോരോ വീടുകളുടെ അവസ്ഥകൾ അറിയുമായിരുന്നു. നമുക്കറിയാം, ഒരു സന്ദർഭത്തിൽ രാത്രി നടക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്നും ഒരു വെളിച്ചം കാണുന്നതും, അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ ഒരു മനുഷ്യൻ അസ്വസ്ഥനായി പുറത്തുകൂടെ നടക്കുന്നുണ്ട്. ഇപ്പം എന്താ വിവരം എന്നറിയുമ്പോൾ ആഹാരം കഴിച്ചതിട്ട് ഭാര്യയുടെ പ്രസവവേദനയിലാണ് എന്ന് പറയുന്നതും, ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്ന് ആതിക്കയെ വിളിച്ചുകൊണ്ടുപോയി അവരുടെ പ്രസവ ശുശ്രൂഷകൾ നടത്തുന്നതും, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുപോലെ ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന മക്കളുടെ അവസ്ഥകൾ കാണുന്നതും, അങ്ങനെ അവർക്ക് വേണ്ടുന്ന ആഹാരവുമായി ബൈത്തുൽ മാലിൽ നിന്നും വേണ്ടുന്ന ആഹാരവും എടുത്ത് ചുമലിലേറ്റി ഉമർ റളിയല്ലാഹു അൻഹു നടക്കുന്നതും, ആ സമയത്ത് കൂടെയുള്ള ഭൃത്യനായ അസ്ലം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇത് ഞാൻ കൊണ്ടുപോകാം, എൻ്റെ ചുമലിൽ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ, പരലോകത്ത് എൻ്റെ പാപത്തിൻ്റെ ഭാരം നിനക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? ഇതൊക്കെ ഞാൻ തന്നെ കൊടുക്കേണ്ടതാണ്, ചുമന്നുകൊണ്ടു പോകേണ്ടതാണ് എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഭൃത്യൻ കൂടെ ഉള്ളപ്പോൾ അത് ചുമലിലേറ്റി, ആഹാര സാധനങ്ങൾ ചുമലിലേറ്റി കൊണ്ടുപോയി പാചകം ചെയ്ത് കൊടുത്ത് കുറച്ച് സമയം ആ വീടിൻ്റെ പരിസരത്തേക്ക് മാറി നിന്നു. അപ്പോൾ അസ്ലം ചോദിക്കുന്നുണ്ട്, എന്തിനാണ്? അവർ ആഹാരം യഥേഷ്ടം അവർക്ക് കിട്ടി, അവർക്ക് കഴിക്കാനുള്ളതെല്ലാം ലഭിച്ചു, ഇനിയും എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
ഈ മക്കൾ കരയുന്നത് കണ്ടിട്ടാണ് നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വന്നത്, ഈ വീടിൻ്റെ പരിസരത്ത് മുറ്റത്തേക്ക് എത്തിയത്. ഇനി ആ മക്കൾ ആഹാരം കഴിച്ച് ചിരിക്കുന്നത് കണ്ടിട്ട് വേണം നമുക്ക് മടങ്ങിപ്പോകാൻ. അപ്പോഴേ നമ്മളുടെ ജോലി പൂർണ്ണമാകുള്ളൂ. ഇത്രത്തോളം നാട്ടിലെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ കണ്ടറിയാൻ, കാണുന്ന പ്രശ്നങ്ങളെ ഏറ്റവും നല്ല നിലയിൽ പരിഹരിക്കാനും എല്ലാം ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയായിരുന്നില്ല. അദ്ദേഹം തന്നെ ഇറങ്ങുകയും അതിനു വേണ്ടുന്ന എല്ലാ പണികളും സ്വയം നിർവഹിക്കുകയും ചെയ്ത ചരിത്രം. അതുകൊണ്ടാണ് സമാനതകളില്ലാത്ത ഒരു കാലഘട്ടമാണ് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെത് എന്ന് ചരിത്രം പിൽക്കാലത്ത് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വളരെ അത്ഭുതമായി തോന്നുന്ന ഒരു കാര്യം, മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് രഹസ്യമായി ചോദിക്കുമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖുകളുടെ പേര് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ആ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടോ എന്ന് വെച്ചാൽ ഈമാൻ്റെ കാര്യത്തിൽ അത്രത്തോളം ഒരാശങ്ക ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗത്തിലാണ് എന്ന് സന്തോഷം അറിയിക്കുമ്പോഴും ഈമാൻ ദുർബലപ്പെട്ടു പോയോ എന്ന ആശങ്കയിൽ ഉമർ റളിയല്ലാഹു അൻഹു മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചെന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. ചുരുക്കത്തിൽ എല്ലാ അർത്ഥത്തിലും ഒരസാധാരണമായ വ്യക്തിത്വമായി അദ്ദേഹം മാറി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറെ, നീ ഒരു വഴിക്ക് നടന്നാൽ ശൈത്താൻ ആ വഴിക്ക് വരില്ല. അത്ര വലിയ ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്ര. ബൈത്തുൽ മുഖദ്ദസ് കീഴടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ താക്കോല് വാങ്ങിക്കാൻ മുസ്ലിമീങ്ങളുടെ നേതാവ് തന്നെ വരണം എന്ന് ഒരാഗ്രഹം അവർ പറഞ്ഞു. അവിടുത്തെ വലിയ പ്രധാനപ്പെട്ട പുരോഹിതന്മാർ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹം അറിയിച്ചു. ചരിത്രത്തിൽ വിശദമായ വായനയിൽ നമ്മൾ കാണുന്നത് ആ താക്കോല് അവർക്ക് ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെടുമെന്നതിനെ സംബന്ധിച്ചും, ആ നഷ്ടപ്പെടുന്ന സമയത്ത് ആ സമൂഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവത്തെ സംബന്ധിച്ചും അവരുടെ ഗ്രന്ഥങ്ങളിൽ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്വഭാവത്തിലുള്ള ഒരു വ്യക്തിയാണോ ഉമർ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ആ പുരോഹിതന്മാർ വിളിച്ചത് എന്നൊക്കെ ചില വിശദീകരണങ്ങൾ കാണാൻ കഴിയും. ഏതായാലും ഉമർ റളിയല്ലാഹു അൻഹു പോകണം എന്നുള്ള ഒരു നിർബന്ധം അവർ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വളരെ സാധാരണമായ വസ്ത്രത്തിലാണ്. യാത്രയുടെ അടയാളങ്ങളെല്ലാം ശരീരത്തിലുണ്ട്, കീറിയ വസ്ത്രമാണ്. അപ്പോൾ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോകാൻ പോകുന്നത് വലിയ വലിയ ആൾക്കാരുടെ അടുക്കലേക്കാണ്. അവർ ലൗകികമായ എല്ലാ വിഭവങ്ങളും ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ ഈ കഴുതപ്പുറത്ത് കയറി ഈ പഴയ കുപ്പായം ഇട്ട്, ഈ കീറിയ കുപ്പായൊക്കെ ഇട്ട് പോകാതെ നിങ്ങളതൊന്നും മാറ്റിയിട്ട് വേറെ നല്ലതിട്ടോണ്ടും പോയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗകാന ഗൈറുക യാ അബൂ ഉബൈദ ലഅലൗതുഹു ബിദ്ദിർവ. അബൂ ഉബൈദ, നീ അല്ലാതെ വേറൊരാളാണിത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാരകമായി അവനെ പ്രഹരിക്കുമായിരുന്നു. കാരണം നമ്മൾ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സംഭവത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സഹാബാക്കളിൽ ഒരാളാണ് അബൂ ഉബൈദ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ്നു ഖൗമൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അബൂ ഉബൈദ, നമ്മൾ അന്തസ് നമുക്ക് കിട്ടിയത് ഇസ്ലാമിലൂടെയാണ്. ഇദാ അറദ്നൽ ഇസ്സത ഫീ ഗൈരിഹി അദല്ലനല്ലാഹ്. നമ്മൾ വസ്ത്രവും വാഹനവും എല്ലാമാണ് നമ്മളുടെ അന്തസ്സിൻ്റെ കാരണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയാൽ അബൂ ഉബൈദ, നമ്മളുടെ തകർച്ചയുടെ തുടക്കം അവിടെയാണ്. അതുകൊണ്ട് ഇസ്ലാമാണ് ഇസ്സത്ത്. ഇസ്ലാം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് വസ്ത്രം ധരിച്ചാലും ഏത് കഴുതപ്പുറത്ത് യാത്ര ചെയ്താലും നമുക്ക് ഒരിടത്തും ഒരു അപമാനവും ഉണ്ടാവുകയില്ല അബൂ ഉബൈദ എന്ന് പറഞ്ഞ് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, വിശാലമായ ഒരു നാടിൻ്റെ ഭരണാധികാരി, അതേ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്ത് ആ സ്ഥലത്ത് എത്തുകയും അവിടെ നിന്ന് ആ താക്കോൽ വാങ്ങുകയും ചെയ്തു. പിന്നെ അവിടുത്തെ വേറെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു സാഹിദായ ഭരണാധികാരി. സാഹിദ് എന്ന് പറഞ്ഞാൽ ലൗകിക വിരക്തി എന്താണ് എന്നറിയണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അറിയണമെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വായിക്കണം. മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മിമ്പറിൽ കയറി ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
അദ്ദേഹം യാ അയ്യുഹന്നാസ് ഇസ്മഊ, ജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലാ നസ്മ, ഞങ്ങൾ കേൾക്കില്ല. നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കില്ല. എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ പൊതുമുതലിൽ നിന്നും വസ്ത്രം വിതരണം ചെയ്തിരുന്നു. അതിൽ നമുക്കെല്ലാവർക്കും ഓരോരോ വസ്ത്രങ്ങളാണ് കിട്ടിയത്. ഒരു ജോഡി നമുക്കാർക്കും കിട്ടിയിട്ടില്ല. നിങ്ങളൊരു പൂർണ്ണമായ ഒരു ജോഡി വസ്ത്രം ധരിച്ചാണ് ഇന്ന് മിമ്പറിൽ കയറിയിരിക്കുന്നത്. ഇതെവിടെ നിന്ന് കിട്ടി എന്നറിഞ്ഞതിന് ശേഷമേ നിങ്ങളുടെ വാക്കിന് ഞങ്ങൾ കേൾക്കൂ എന്ന് പറയുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, നാട് ഭരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ ഉടുത്തിരിക്കുന്ന മുണ്ട് ഇന്നലെ ബൈത്തുൽ മാലിൽ നിന്നും എല്ലാവർക്കും വിതരണം ചെയ്ത കൂട്ടത്തിൽ നിനക്ക് കിട്ടിയതാണ് എന്ന് സൽമാനോട് പറയണം. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റെന്ന് പറയുന്നു. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാം. ഇതാണ് ഒരു കാലഘട്ടത്തിൻ്റെ സമൂഹം, ഒരു കാലഘട്ടത്തിൻ്റെ ഭരണാധികാരി. പക്ഷേ ആ സമയത്തും ഉമർ റളിയല്ലാഹു അൻഹു ശോഭിക്കുന്നില്ല. ശാന്തമായി സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകൾ കേൾക്കുകയും അതിനോട് ശാന്തമായി പ്രതികരിക്കുകയും ശേഷം ആ നിലയിൽ തന്നെ അദ്ദേഹം തുടരുകയും ചെയ്യുന്നു. ഏതായാലും വളരെ വിരക്തിയോടുകൂടി ലൗകികമായ വസ്തുക്കളിലൊന്നും കണ്ണ് മങ്ങിപ്പോകാതെ, അതിൽ കണ്ണുടക്കിപ്പോകാതെ, മനസ്സ് കുടുങ്ങിപ്പോകാതെ, അതിൻ്റെ എല്ലാം നടുവിൽ ജീവിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം മനസ്സുകൊണ്ട് അകലം പാലിച്ച് ഒരു ശരിയായ വിശ്വാസിയുടെ ലൗകിക വീക്ഷണത്തിൽ, പരലോക വീക്ഷണത്തിൽ അദ്ദേഹം അടിയുറച്ചു നിന്നു എന്നതാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ വ്യക്തിപരമായി വ്യതിരിക്തനാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവസാനം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ ബലദി റസൂലിക്, നിൻ്റെ പ്രവാചകൻ്റെ നാട്ടിൽ എനിക്ക് ഷഹാദത്ത് തരണം എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിന്ന് നമസ്കരിക്കുമ്പോൾ ഒളിഞ്ഞിരുന്ന ശത്രുവിൻ്റെ അക്രമം ഏറ്റ് ഷഹാദത്ത് വരിച്ചു. ആ സമയത്ത് അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ എൻ്റെ ഉപ്പയുടെ തലയെടുത്ത് എൻ്റെ മടിയിൽ വെച്ചു. ഉപ്പ പറഞ്ഞു, ആ മടിയിൽ നിന്നും തല താഴ്ത്തി മണ്ണിൽ വെക്കണം. അങ്ങനെ ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മണ്ണിലേക്ക് ആ തലയെടുത്ത് താഴ്ത്തി വെച്ചു. അങ്ങനെ ഒരു സാധാരണയിൽ സാധാരണക്കാരനായി മണ്ണിൽ കിടന്ന് ഒരു സാധാരണക്കാരനായി മഹാനായ ഖലീഫ, ഒരു നാടിൻ്റെ ഭരണാധികാരി ഈ ലോകത്ത് നിന്ന് യാത്രയായി.